ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഫോക്കസ്ഡ് ആണ്. ഞാനൊരു കോഴ്സ് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടണം. സ്കൂൾ വിദ്യാഭ്യാസമാണ് നമ്മൾ നന്നാക്കുക എന്നുള്ള ധാരണ തെറ്റാണ്. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ വലിയൊരു മാറ്റം ആ കോവിഡാനന്തര കാലം കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പല ആൾക്കാരും അന്നത്തെ കാലത്ത് ടി വി ഇരുന്ന് കാണാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാത്ത ആൾക്കാരെല്ലാം യൂസ് ചെയ്ത് പഠിച്ചു. ഒരു സ്കൂൾ ക്യാമ്പസിലുള്ള എത്രയോ കുട്ടികൾ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഓരോ ചെടികളും കാണിച്ച് ഇതിന്റെ പേര് ചോദിച്ചാൽ അവർക്കറിയും. അപ്പൊ എനിക്ക് ചുറ്റുമുള്ള ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. പണ്ടത്തെ ആൾക്കാരെ സംബന്ധിച്ച് ട്രഡീഷണലായി 10ാം ക്ലാസ് കഴിയുക, 12ാം ക്ലാസ് കഴിയുക, അത് കഴിഞ്ഞ് ഒരു ഡിഗ്രി എടുക്കുക, PG എടുക്കുക. ഇതാ ഇപ്പോൾ ആ ട്രെൻഡിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. നമസ്കാരം ഡോക്ടർ TPS. നമസ്കാരം ഡെന്നി തോമസ് വട്ടക്കുന്തൻ. എന്താണ് പുതിയ വിദ്യാഭ്യാസം? ദിസ് പ്രോഗ്രാം ഇസ് പവർഡ് ബൈ മെരിമിക്സ്. വിദ്യാഭ്യാസം പുതിയതും പഴയതും ഒന്നുമില്ല. ഇല്ല. വിദ്യാഭ്യാസം ഒന്നേ ഉള്ളൂ. സ്വാമി വിവേകാനന്ദന്റെ ഇന്ത്യ മൈ എറ്റേണൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ഒരു 10-13 പേജുകളോളം വിദ്യാഭ്യാസം എന്താവണം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ് എന്ന്. മനുഷ്യനെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. ആകെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെ, education. മനുഷ്യന് ഈ നോളജ് കൺസ്യൂം ചെയ്യാനും പ്രിസർവ് ചെയ്യാനും കൂട്ടിവെക്കാനും പകരാനുമുള്ള കഴിവുണ്ട്. അത് കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അത് എന്തിനു വേണ്ടി എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ കാലങ്ങളനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. 2 തരത്തിലുള്ള വിദ്യാഭ്യാസമാണ്. ഒന്ന് ജോബ് ഗിവിങ് അല്ലെങ്കിൽ ലൈഫ് ഗിവിങ്. ഞാൻ ആ പണി അറിഞ്ഞത് ചെയ്ത് അതിൽ നിന്ന് കാശ് കിട്ടി എനിക്ക് ജീവിക്കാനുള്ള മാർഗം. മറ്റൊന്ന് എന്നെ നല്ല മനുഷ്യനാക്കാനുള്ള ഒരു കഴിവ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ് എന്ന ഡെഫിനേഷൻ അതാ. അത് ആർക്കാ കൊടുക്കേണ്ടത്? വിദ്യാർപ്പണം പത്രമറിഞ്ഞു വേണമെന്ന്. ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അവർ അറിഞ്ഞിട്ട്. അതുകൊണ്ടാണ് പേര് തന്നെ വിദ്യ അർത്ഥി എന്ന. വിദ്യ അർത്ഥിക്കുന്നവനാണ് ഞാൻ വിദ്യ കൊടുക്കേണ്ടത്. പക്ഷെ ഇന്ന് വിദ്യ അർത്ഥികളില്ല. അപ്പോൾ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത്? ഹിമ ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയും. ചോദിച്ചില്ലെങ്കിലോ ഉത്തരം അറിയില്ല. പറയുന്നത്. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം. പക്ഷേ ആ ആ അറിവ് നേടാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ക്വസ്റ്റ് ഫോർ നോളജ്, അതാണ് ഉണ്ടാവേണ്ടത്. ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേഭിഹീന പശുഭി സമാനം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏക വ്യത്യാസം മനുഷ്യന് അറിയാനുള്ള ആഗ്രഹം. മൃഗങ്ങൾക്ക് ഇപ്പം ഇടിയും മിന്നലും കണ്ട ഏതെങ്കിലും പട്ടി ചോദിക്കും ഇത് എവിടെ നിന്നാന്ന്? ചോദിക്കാറില്ല. മനുഷ്യൻ ചോദിക്കും ഇതെങ്ങനെയാണ് നടക്കുന്നത്, എവിടെ, എങ്ങനെ, എന്ത്, എപ്പോൾ, എന്തിനും എന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതെപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതാണ്. അത് ഇന്ന് നടക്കണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ കുറേ കാര്യങ്ങൾ പറയാൻ. ഇപ്പൊ ഒരു പുതിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇപ്പോൾ? നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ 2019, 2020 കോവിഡ്, അതായത് ഒരു ലോകം മുഴുവനും വലിയൊരു ഭീതിയിലായി. മനുഷ്യൻ്റെ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് അത്രയും കാലം നമുക്ക് പരിചിതമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ 2 വർഷത്തോളം കുട്ടികൾ ആരും സ്കൂളുകളിൽ പോയില്ല, കോളേജുകളിൽ പോയില്ല. ഇതെല്ലാം അടഞ്ഞു കിടന്നു. പക്ഷേ അവിടെയെല്ലാം വിദ്യാഭ്യാസം നടന്നു. ആ സമയത്തും ആൾക്കാർ പഠിച്ച് വളർന്ന് വലിയ നിലകളിൽ എത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ വലിയൊരു മാറ്റം ആ കോവിഡാനന്തര കാലം കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പല ആൾക്കാരും അന്നത്തെ കാലത്ത് ടി വി ഇരുന്ന് കാണാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാത്ത ആൾക്കാരെല്ലാം യൂസ് ചെയ്ത് പഠിച്ചു. പല ആൾക്കാർ ക്ലാസ്സുകളിലേക്ക് എൻ്റർ ചെയ്ത് ഓൺലൈനിലൂടെയാണ്. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോകത്ത് വന്നൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് വലിയൊരു ചേഞ്ചസ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ചേഞ്ച്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അപരിചിതമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഇന്ന് ടെക്നോളജി വൈസും കാര്യങ്ങളുമായിട്ട് ഒരുപാട് പല മാറ്റങ്ങൾ ഓരോ ദിവസങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴത്തെ കുട്ടികൾക്ക് ട്രെൻഡ് മാറി. പണ്ടത്തെ ആൾക്കാരെ സംബന്ധിച്ച് ട്രഡീഷണലായി 10ാം ക്ലാസ് കഴിയുക, 12ാം ക്ലാസ് കഴിയുക, അത് കഴിഞ്ഞ് ഒരു ഡിഗ്രി എടുക്കുക, PG എടുക്കുക. ഇതാ ഇപ്പോൾ ആ ട്രെൻഡിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളുടെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ടാകും ഒരുപാട് കുട്ടികളെ സംബന്ധിച്ച് ലോങ് ടേം കോഴ്സിനോട് താല്പര്യമില്ല. അവർക്കൊരു 6 മാസം അല്ല 1 വർഷത്തെ കോഴ്സ് മതി. അതിൽ നിന്ന് ഞങ്ങൾക്ക് ജോലി കിട്ടണം. അല്ലാതെ ഞങ്ങൾക്ക് ട്രഡീഷണലായിട്ട് ഇവിടെ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കോഴ്സുകളോ കാര്യങ്ങളോ വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു കോവിഡ് കാലത്തിന് മുമ്പ് ഇവിടുത്തെ പല സ്വയാശ്രയ കോളേജുകളും, അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലൊക്കെ ഒരുപാട് കോഴ്സുകൾക്ക് ട്രഡീഷണലായിട്ട് അപ്പോൾ BSc സുവോളജി, BSc ബോട്ടണി, BSc ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെ പ്യുവർ സയൻസ് ആയാലും BA ഇംഗ്ലീഷ്, അല്ലെങ്കിൽ BA ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നിറച്ച് സീറ്റ് ഡിമാൻഡാണ്.
ഇന്ന് അവിടെ എല്ലാം സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞു. പക്ഷേ പല ആൾക്കാരും പറയും അവരെല്ലാം വിദേശത്ത് പോയിക്ക് പോകുന്നതുകൊണ്ടാണ്. ഒരിക്കലുമല്ല. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളിൽ ചെറിയൊരു 1.5% 2% മാത്രമേ കേരളത്തിൽ നിന്ന് പോകുന്നുള്ളൂ. പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ കുട്ടികളുടെ മൈൻഡ് മാറി എന്നുള്ളതാണ്. മൈൻഡ് മാറി എന്ന് പറഞ്ഞാൽ ചെറിയ കോഴ്സായാലും ജോലി കിട്ടണം. അതാണ് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഫോക്കസ്ഡ് ആണ്. ഞാനൊരു കോഴ്സ് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടണം. ആ ഒരു ഫോക്കസിന് ബേസ് ചെയ്ത് വരുന്ന ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ പോയി ചേരുന്നുണ്ട്. ഇപ്പം നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റില്ല. പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അവർ ജോലിക്ക് കയറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അതിന് തയ്യാറുള്ള കുട്ടികളാണ് ഇന്നത്തെ ഒരു തലമുറ. ഇപ്പം നമ്മൾ ജെൻസിയും എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. പക്ഷേ കുട്ടികളിൽ അതൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലാണ്. കാരണം അവർക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇപ്പം നമ്മൾ ഒരു ഗ്ലോബൽ വില്ലേജാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും എവിടെയുള്ള കുട്ടികളുമായിട്ട് ഇവർ ഇൻറ്ററാക്ട് ചെയ്യാൻ അവരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ ഈ പുതിയ ലോകത്ത് അതെല്ലാം പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി പ്ലസ് ടു വരെയൊക്കെ സ്വാഭാവികമായി പഠിക്കുന്ന എല്ലാ ഏതാണ്ടൊക്കെ സബ്ജക്റ്റൊക്കെ ഒരേപോലെ. ഡിഗ്രിയിലേക്ക് വരുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ നിലനിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഒരു ബിടെക് പഠിക്കുകയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ കമ്പ്യൂട്ടർ സയൻസ്. ഇത് പഠിച്ചാൽ ജോലി കിട്ടുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ഐടി ഭീമന്മാരായ കമ്പനികളിലാണ് ആൾക്കാരൊക്കെ ജോലിക്ക് പോകുക. ഈ ഐടി ഭീമന്മാരായ വലിയ കമ്പനികൾ മൈക്രോസോഫ്റ്റ്, IBM അല്ലെങ്കിൽ TCS ഇങ്ങനെയുള്ള കമ്പനികൾ. പക്ഷേ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബിടെക് കൊണ്ട് അവർക്ക് വലിയ കാര്യമില്ല. അവരുടെ സിസ്റ്റം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയുമായി കണക്റ്റഡ് ആയിട്ട് അതായത് IBMോ TCSോ മൈക്രോസോഫ്റ്റോ അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. അതുപോലെയുള്ള കമ്പനികളുടെ ആൾക്കാരും കൂടി യോജിച്ച് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ കോഴ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്കിപ്പം ബികോം അതിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണ് കൊമേഴ്സ്, ആർട്സ്. ഇപ്പോൾ നമുക്കറിയാം ഇന്ന് ബിഗ് ഫോർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് EY, PwC, ഡിലോയിറ്റ് അങ്ങനെയുള്ള കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ ആൾക്കാരും ഈ കോഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആ കോഴ്സ് കഴിയുമ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ എല്ലാ രംഗത്തും നമ്മൾ ഇൻഡസ്ട്രിയുമായി കണക്റ്റഡ് ആയിട്ട് അപ്പോൾ ഗവൺമെൻറ് പുതിയ പോളിസി എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കാരണം ഇൻഡസ്ട്രിയുമായി കണക്റ്റഡ് ആയി ഏത് കോഴ്സും അങ്ങനെയുള്ള കോഴ്സുകൾക്കാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നിലനിൽപ്പ്. അപ്പോൾ ഗവൺമെൻറ്റും അതനുസരിച്ചുള്ള പോളിസികളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ ഇത് നേരത്തെ പല രാജ്യങ്ങളിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഗതി കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ വ്യാപകമായ ഒരു മാറ്റമാണ് ഈ രംഗത്ത് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് കുട്ടികൾ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ ഈ 1-ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ കിൻഡർഗാർട്ടൻ തൊട്ട് 12th വരെ പഠിക്കുന്ന സെയിം കാര്യങ്ങളാണല്ലേ. ഇപ്പോൾ 12th വരുമ്പോഴാണ് 11th വരുമ്പോഴാണ് ഒരു സബ്ജക്ട് വേരിയേഷൻ വരുന്നത്. നേരത്തെ അപ്പോൾ നമുക്ക് അവർക്കൊരു സ്കിൽ ബേസ്ഡ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ഈ ഒരു സെയിം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ മാത്സ് ബുദ്ധിമുട്ടാണ്. ആ സമയം അവർക്കൊരു ഓപ്ഷൻ ഇപ്പം കൊടുക്കുന്നുണ്ട് CBSE. പക്ഷെ അതൊരു ബോർഡ് എക്സാം ലെവലിൽ മാത്രമാണ് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന പോലെ 12th ഒക്കെ ആകുമ്പോൾ അവർക്ക് അവരുടെ എന്താണോ അവരുടെ അഭിരുചി അതനുസരിച്ച് ജോലിയിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കത്തില്ലേ? ബേസിക് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ നഴ്സറി മുതൽ 3-ാം ക്ലാസ് മുതൽ അല്ല 3 വയസ്സ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഹൈലി ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണെന്നാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ല, പണ്ടേ ഉള്ളൊരു തത്വം അങ്ങനെയാണ്. അതിൽ നമ്മൾ അറിയേണ്ടത് ഞാൻ എന്നെക്കുറിച്ചറിയാം, എൻ്റെ സമൂഹത്തെക്കുറിച്ചറിയാം, ഞാൻ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചറിയാം. അതുകൊണ്ടാണ് ഈ ചെറുപ്പത്തിലൊക്കെ ഇതെൻ്റെ മൂക്ക്, ഇതെൻ്റെ നാക്ക്, അത് കഴിഞ്ഞ് ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്, എൻ്റെ ബന്ധുക്കളാണ്, അത് കഴിഞ്ഞ് ലോകത്തെക്കുറിച്ചറിയാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പം സാധാരണ ഒരു സ്കൂൾ ക്യാമ്പസിലുള്ള എത്രയോ കുട്ടികൾ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഓരോ ചെടികളും കാണിച്ചിട്ട് ഇതിൻ്റെ പേര് ചോദിച്ചാൽ അവർക്കറിയോ? അറിയില്ല. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. കാരണം നമ്മൾ വേറെ ആരോ എവിടെയോ പഠിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കോപ്പി ചെയ്യാണ്. ഞാൻ പണ്ടും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ബാബ ബ്ലാക്ക് ഷിപ്പ് 3 ബാഗ്സ് ഫുൾ എന്ന് പഠിക്കുമ്പോൾ എന്തിനാണ് 3 ബാഗ്സ് ഫുൾ പഠിക്കുന്നത് നമ്മൾ? ജർമ്മനിയിൽ 1400കളിൽ എഴുതിയിട്ടുള്ള അവിടുത്തെ ടാക്സ് സിസ്റ്റത്തിനെ കുറിച്ച് 3 ഭാഗമാക്കിയിട്ട് കൊടുക്കണം. 1 ഫോർ മൈ മാസ്റ്റർ, 1 രാജാവിനാണ്, 1 ഫോർ മൈ ഡീം, 1 എൻ്റെ പള്ളിയിൽ കൊടുക്കണം, ബാക്കി 1/3 എനിക്കുള്ളതാണെന്ന് പഠിപ്പിച്ച സംഭവം നമ്മുടെ വില്ലേജിലുള്ള പിള്ളേർ പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് ICSE ആയാലും CBSE ആയാലും എല്ലാം ചെയ്യുന്നത് ഇത്തരം മണ്ടത്തരങ്ങളാണ്. CBSE എന്ന് പറഞ്ഞാൽ തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. 9-ാം ക്ലാസ് മുതൽ തുടങ്ങുന്നുണ്ട്.
നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ പ്രഗത്ഭനായിട്ടുള്ള UGC തുടങ്ങിയിട്ടുള്ള NCERT തുടങ്ങിയിട്ടുള്ള IIT തുടങ്ങിയിട്ടുള്ള NIT തുടങ്ങിയിട്ടുള്ള മൗലാന ആസാദ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അയാൾ വീട്ടിലാണ് പഠിച്ചത്. അയാൾ ഒരു സ്കൂളിലും പോയിട്ടില്ല. സ്കൂൾ വിദ്യാഭ്യാസമാണ് നമ്മൾ നന്നാക്കുക എന്നുള്ള ധാരണ തെറ്റാണ്. നമ്പർ 1. അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ് മുറികളുടെ ചുമരുകൾക്കുള്ളിൽ ആക്കുന്നതിൻ്റെ പേരും ഇപ്പോൾ ഹിമ പറഞ്ഞിട്ടുള്ള കിൻഡർ ഗാർഡൻ എന്നോ. കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു ഗാർഡനാണ്. അത് ഗാർഡൻ ആണോ നമ്മളിപ്പോൾ പഠിക്കുന്നത് ചോദിക്കണം. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഗ്രാൻഡ് ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്ന കൺസെപ്റ്റിൽ സാധാരണ ഇരിക്കുന്നത് പോലും തെറ്റാന്ന് ഞാൻ പറയാം. 1 ഫീറ്റ് മാത്രമുള്ള ചെയറിൽ 1 ഫീറ്റ് ഹൈറ്റുള്ള ഒരു കുട്ടി കണ്ണും നോക്കിയിരിക്കുമ്പോൾ ടീച്ചറുടെ ഏത് ഭാഗമാണ് നോക്കാമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെ. അവിടെ 4 മണിക്കൂർ ഇരുന്ന് നോക്കണമെങ്കിൽ ആ കൺസെപ്റ്റേ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമ്മമാരിരുന്നിട്ട് ഗ്രാൻഡ് മദർ ഇരുന്നിട്ട് ചുറ്റും പിള്ളേർ നിൽക്കുന്നതാണ് നമ്മളൊക്കെ കഥ പറയുന്ന കഥ. ആ തരത്തിൽ ആവണം നമ്മുടെ ക്ലാസ് മുറികൾ. ഇപ്പോൾ ക്ലാസ് മുറികളിൽ ചേഞ്ച് ഉണ്ടാവണം. പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അത് ഹയർ എഡ്യൂക്കേഷനിലായിരുന്നു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിരുന്നു. നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷനിൽ ടീച്ചർമാരെ ഒരു ഔട്ട്ലുക്ക് മാറ്റണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ക്ലാസ് മുതലും ഔട്ട്ലുക്ക് മാറ്റണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാലേ വിദ്യാഭ്യാസത്തിൽ മാറ്റം ഉണ്ടാവും. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പറ്റുന്ന ബെസ്റ്റായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലും ഗോവയിലും ഉള്ളൊരു സിസ്റ്റമാണ് എയ്ഡ് ടു സ്കൂൾസ്. എന്താ കാരണം? ഗവൺമെൻറ്റിന് സ്ഥലമില്ല, ഗവൺമെൻറ്റിന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കാൻ കാശില്ല, അതുകൊണ്ട് പ്രൈവറ്റിന് കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ ടീച്ചർമാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കാം. കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സ്കൂളിലെ ടീച്ചർമാരുടെ ക്വാളിറ്റി അസസ്മെൻ്റ് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രത്തോളം ടീച്ചർമാർ ക്വാളിഫൈഡാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് നോക്കിയാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അതേ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന 10ാം ക്ലാസ്സിലെ ടീച്ചർക്ക് അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് ഒരു ഡെസ്കിൽ അതിന് ഉത്തരം എഴുതാൻ പറഞ്ഞാൽ അവർക്ക് 100 കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നതല്ലാതെ ഇപ്പം ഏറ്റവും നല്ല കോച്ചിങ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറോട് ആ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററിന് ഒരു ടീച്ചർ ഉണ്ടറിയോ കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ? അതെ, അതെ. കെമിസ്ട്രി ടീച്ചർ അല്ല, കെമിസ്ട്രി ടീച്ചർ ഫോർ ചാപ്റ്റർ നമ്പർ 1 എന്നാ. ചാപ്റ്റർ നമ്പർ 2 മാത്രം 10 ക്ലാസ്സിൽ പഠിച്ചാൽ കെമിസ്ട്രി ടീച്ചറായി. സെക്കൻഡ് ചാപ്റ്റർ അയാൾക്ക് അറിയില്ല. ഇങ്ങനെ പഠിപ്പിക്കുന്നൊരു കമ്പാർട്ട്മെന്റലൈസ്ഡ് വിദ്യാഭ്യാസം അല്ല വിദ്യാഭ്യാസം. കുട്ടികൾക്ക് പലതും അറിയാം. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നടക്കാൻ പോകുന്നത് നമുക്ക് ഒരു കുട്ടിക്ക് നമ്മളെക്കാളും കൂടുതൽ അറിയാം. പണ്ട് എങ്ങനെയാണ് നമ്മൾ പാരൻസിനെ ബഹുമാനിച്ചിരുന്നത്? നമ്മളെക്കാളും അവർക്ക് അറിവ് കൂടുതൽ, പ്രായം കൂടുതലുണ്ട്, ഇല്ലേ? പ്രായമായിരുന്നു അന്ന് അറിവ്. കാരണം ഇന്നത്തെ ലോകത്തെ പോലെ എല്ലായിടത്തും അവൈലബിൾ അല്ല. അവർ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജാണ് നമ്മൾ അവരെ ബഹുമാനിച്ചിരുന്നത്. ഇന്ന് കുട്ടികൾ പാരൻസിനെ ബഹുമാനിക്കില്ല, നമ്പർ 1. അതുകൊണ്ട് ടീച്ചേഴ്സിനെയും ബഹുമാനിക്കില്ല. കാരണം ടീച്ചറെക്കാളും ഇവരെ കുട്ടികൾ അതെ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ല ടീച്ചർ. ഇപ്പോൾ ഏറ്റവും നല്ല ഫിസിക്സ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലും കിട്ടാത്ത MIT പ്രൊഫസറുടെ ക്ലാസ് എനിക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് എത്രയോ പ്രാവശ്യം എനിക്ക് സ്ലോ ആയിട്ട് റൺ ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യാം, റിപ്പീറ്റഡ്ലി കേൾക്കാം. പിന്നെ ഞാനെന്തിനാ ഈ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ടീച്ചറുടെ റോള് റീപ്ലേസ് ചെയ്യണം. ചെറിയ ക്ലാസ്സുകളിലുള്ള ടീച്ചറിൻ്റെ റോളും ഹയർ ക്ലാസ്സിലുള്ള ടീച്ചറിൻ്റെ റോളും ഒക്കെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഇപ്പം ഇദ്ദേഹം ഇപ്പം പറഞ്ഞതുപോലെ കോവിഡ് കാലത്തുണ്ടായിരുന്നു. ഞാൻ 17 കൊല്ലം മുമ്പാണ് ഒരു ബുക്ക് എഴുതിയത്, അഡാപ്റ്റീവ് ലേണിംഗ്. ഹൗ EMMRC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, എഡ്യൂക്കേഷൻ മൾട്ടിമീഡിയ, അതിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അത് എങ്ങനെ ക്ലാസ്സുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അത് എങ്ങനെ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു പുസ്തകം 2007 എഴുതുന്നത്. 18 വർഷമായി. ഒരാളും അത് വായിക്കാനോ പഠിക്കാനോ ഒന്നും തയ്യാറായില്ല. കോവിഡ് വന്ന സമയത്ത് എല്ലാവരും ഇതൊക്കെ ആക്കി. ആണോ അല്ലയോ? അതെ, അതെ. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്തത് പലതും കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2000 മുതൽ 2003 വരെയുള്ള മാറ്റം, 2005 വരെയുള്ള മാറ്റം, ഇനി 2010 വരെയുള്ള മാറ്റം. AI ബേസ്ഡ് എഡ്യൂക്കേഷൻ വളരെ ഫാസ്റ്റായിട്ട് വന്നത്. ഇപ്പം 3G 4G 5G ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്പീഡ് കൊണ്ട് വളരെ സുലഭമായിട്ട് കുറേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പോർട്ടലിലാണ്. പക്ഷേ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരിൽ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി 20%. 80% ജോയിൻ ചെയ്യും, പക്ഷെ ദേ ഡോണ്ട് കംപ്ലീറ്റ്. ഈ 20% കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ അവർ ഓൾറെഡി ഹയർ ക്വാളിഫിക്കേഷൻ നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നേടിയിട്ടുള്ളവരാണ് എന്നാണ് ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ ഓപ്പൺ കോഴ്സുകൾ ഉണ്ട് എന്ന് വെച്ച് അത് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, സാധാരണ 12ാം ക്ലാസ്സിൽ കുറേ കുട്ടികൾ ഏത് കോഴ്സിൽ എവിടെ ചേരണം,
എന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഉത്തരം കൊടുക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ ജൂൺ വരെ ആവുന്ന സമയത്ത് എൻ്റെ സ്ഥിരം പണി ഇതാണ്. ഓരോ കോഴ്സുകളെ കുറിച്ചും എക്സ്പ്ലെയിൻ. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കോളേജിൽ ചേരുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട, ഓപ്പൺ കോഴ്സ് ചെയ്തോളൂ, റെഡി ആവൂ. ഓരോ കോഴ്സുകളും പഠിച്ച് മനസ്സിലാക്കി ഏതൊക്കെയാണ് എന്തൊക്കെ സബ്ജക്റ്റുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് കോഴ്സിൽ ചേർന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അവരൊക്കെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ബിടെക്കിന് ചേരുന്നതിന് മുമ്പ് ഒരു 40 കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അത്രയും അറിയാം എന്താണെന്ന്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ എന്നാ പറയാ. 100 കൊല്ലമല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്ന എഡ്യൂക്കേഷൻ. 100 കൊല്ലം ഇസ് എ ടു ലോങ് ടേം. നമ്മൾ പറയേണ്ടത് 10 കൊല്ലം. അതുകൊണ്ട് എൻ്റെ കൺസെപ്റ്റ് പ്രകാരം 3-2-1 വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. തേർഡ് ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറി. ഈ തേർഡ് ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറിയിൽ അടുത്ത 5 വർഷം എനിക്ക് എന്ത് വേണം? ഒരു ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. കാരണം അത് ഒരിക്കലും അടുത്ത ഒരു 10-20 കൊല്ലത്തേക്ക് എടുത്ത് കളയാൻ പോകുന്നില്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കാൻ പാടില്ല. ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് കയറണമെങ്കിൽ ഞാൻ 10 ഓപ്പൺ കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിൽ എടുക്കില്ലല്ലോ. എനിക്ക് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഏത് ഗവൺമെൻറ് കോഴ്സുകൾക്കും അല്ലെങ്കിൽ എവിടെയും പ്രൊഫസർ ആവാനും എനിക്ക് നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലേക്ക് പോവുമായിരിക്കും ചിലപ്പോൾ ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, പാരലലി ഡു ലോട്ട് ഓഫ് എക്സ്ട്രാ കോഴ്സസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 3-2-1 വേൾഡിൽ അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് അങ്ങനെ എക്വിപ്പ് ചെയ്യുന്ന ഒരാൾക്ക് കുറേ ചാൻസസ് ലോകത്തിൽ തുറന്നു. അപ്പം നല്ല സ്റ്റുഡൻസിന് ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻ്റ് ആവാനുള്ള പോസിബിലിറ്റി. ഇത് വലിയൊരു ഡിജിറ്റൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ആക്സസിബിലിറ്റി ഉണ്ടെങ്കിലും കംപ്ലീഷൻ ഇല്ലാത്തത് ലോകത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മൂക്ക് എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ ക്വാളിഫൈഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡോ അല്ലെങ്കിൽ ലോ എഡ്യൂക്കേറ്റഡോ ആയിട്ടുള്ള ആൾക്കാർ കോഴ്സിന് ചേരും, പക്ഷെ കംപ്ലീഷൻ ഈസ് ടു ലോ. Thank you, sir. Thank you, Mimi. This program is powered by Medimix.